അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 7 വെള്ളിയാഴ്ച. BJP നേതാക്കളായ നരേന്ദ്രമോദിയും അമിത്ഷായും തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുലിന്റെ ആരോപണം. ജൂൺ 4 സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് മോദിയും അമിത്ഷായും പറഞ്ഞു. സ്റ്റോക്കുകൾ വാങ്ങിവെക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ ജൂൺ 1 വ്യാജ എക്സിറ്റ് പോൾ വരികയും ജൂൺ 4 കോടികളുടെ നഷ്ടം ഉണ്ടായെന്നും രാഹുൽ ഗാന്ധി. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് നടന്നതെന്നും JPC അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. നഷ്ടപ്പെട്ടത് സാധാരണക്കാരുടെ പണമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് അഴിമതിയാണ് നടന്നതെന്നും ഇതിൽ മോദിക്കും അമിത്ഷായ്ക്കും പങ്കുണ്ടെന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് അഴിമതി ആരോപണം തെറ്റെന്നും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ നിരാശയാണ് രാഹുലിനെന്നും BJP നേതാവ് പീയൂഷ് ഗോയൽ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും മാർക്കറ്റിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നത് സ്വാഭാവികമെന്നും പീയൂഷ് ഗോയൽ കൂട്ടിച്ചേർത്തു. ഉത്തരാഖണ്ഡിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് വഴിതെറ്റി 2 മലയാളികളടക്കം ട്രക്കിംഗ് സംഘത്തിലെ 5 പേർ മരിച്ചു. വഴിതെറ്റിപ്പോയ 4 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. 13 പേരെ ബുധനാഴ്ച വൈകുന്നേരത്തോടെ രക്ഷപ്പെടുത്തി. വ്യോമസേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. കർണാടക മൗണ്ടനറിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് 22 അംഗ സംഘം ട്രക്കിങ്ങിന് പോയത്. ബാംഗ്ലൂരു ജക്കൂരിൽ താമസിക്കുന്ന കന്യാകുമാരി തക്കല സ്വദേശി ആശാ സുധാകർ, പാലക്കാട് ചെർപ്പളശ്ശേരി സ്വദേശി VK സിന്ധു എന്നിവരുടേതടക്കം 5 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിൽ ഇനി വിട്ടുവീഴ്ചയില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. എല്ലാം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇനി ചർച്ചയില്ലെന്നും ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷകർ എത്തുമ്പോൾ ഇൻസ്ട്രക്ടർമാർ നിർബന്ധമാണെന്ന പുതിയ നിബന്ധനയിൽ നിന്ന് പിന്മാറില്ലെന്നും മന്ത്രി അറിയിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം സംബന്ധിച്ച് മന്ത്രി നടത്തിയ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാത്തതിലും ഉത്തരവിൽ പുതിയ വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തതിലും പ്രതിഷേധിച്ച് CITUവിന്റെ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ 10 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം. 8000-ലേറെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ശമ്പളം മുടങ്ങിയതായി റിപ്പോർട്ട്. ട്രാൻസ്ഫർ പട്ടികയിൽ ഉൾപ്പെട്ട അധ്യാപകരുടെ ശമ്പളമാണ് മുടങ്ങിയത്. ട്രാൻസ്ഫർ ചോദ്യം ചെയ്ത് ഇവർ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്താത്തതാണ് ശമ്പളം മുടങ്ങാനുള്ള കാരണം. ഇനി 11-ാം തീയതിയാണ് കേസ് പരിഗണിക്കുന്നത്. LDFന് നേട്ടം ഉണ്ടായില്ലെങ്കിലും ഇടതുപക്ഷത്തിന് ഒരു ക്ഷതവും ഉണ്ടായിട്ടില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ. എന്തെങ്കിലും തരത്തിലുള്ള പിശക് ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ടു പോകുമെന്നും ജയരാജൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലല്ലെന്നും ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും പറഞ്ഞ ജയരാജൻ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞത് ഇടത് അടിത്തറയെ ബാധിക്കുന്ന വിഷയമല്ലെന്നും വ്യക്തമാക്കി. കേരളത്തിലെ ജനങ്ങൾ BJPയെയും RSSനെയും ശക്തമായി എതിർക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് തോറ്റതിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി വോട്ടിലെ ഗണ്യമായ ചോർച്ചയിൽ അന്വേഷണമുണ്ടായേക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കി. ചില മേഖലകളിൽ പ്രതീക്ഷിച്ച വോട്ടുകൾ കിട്ടാതെ പോയി. അത് അന്വേഷിക്കുമെന്ന് രാജു എബ്രഹാം അറിയിച്ചു. UDF തരംഗത്തിൽ തിരിച്ചടിയുണ്ടായെന്ന് പ്രാഥമികമായി പറഞ്ഞെങ്കിലും പരാജയ കാരണം കർശനമായി പരിശോധിക്കണമെന്ന നിലപാടിലാണ് തോമസ് ഐസക്. സംഘപരിവാറിനെ നേരിടാൻ കോൺഗ്രസാണ് നല്ലതെന്ന് മലയാളികൾ ചിന്തിച്ചെന്നും അതാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന് കാരണമെന്നും INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ. അതേസമയം കോൺഗ്രസ് വോട്ട് മറിച്ചാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്നും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വോട്ട് ചോർന്നെന്നും അദ്ദേഹം പറഞ്ഞു. ലീഗിലേക്ക് പോകുമെന്നത് വാസ്തവവിരുദ്ധമാണെന്നും കുട്ടിക്കാലം മുതൽ താൻ ഇടത് അനുഭാവിയാണെന്നും അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കി. ഇടതുമുന്നണിയുടെ കനത്ത തോൽവിയിൽ CPMനെ ശക്തമായി വിമർശിച്ച് യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുറിലോസ്. 2ാം പിണറായി സർക്കാരിന് നിലവാര തകർച്ചയാണ്. ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ ബംഗാളിന്റെയും ത്രിപുരയുടെയും ഗതി വരുമെന്ന് ഗീവർഗീസ് മാർ കുറിലോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ധാർഷ്ട്യവും ധൂർത്തും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്ക് എത്തണമെന്നില്ലെന്നും കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ലെന്നും ഗീവർഗീസ് മാർ കുറിലോസ് കൂട്ടിച്ചേർത്തു.
പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. താൻ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്നും ഒരു പ്രദേശത്തിന്റെ പ്രതിനിധി ആക്കേണ്ടതില്ലെന്നും നിയുക്ത MP സുരേഷ് ഗോപി. എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ദില്ലി വിമാനത്താവളത്തിൽ മലയാളി BJP പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളിക്ക് BJPയെ ജയിപ്പിക്കാൻ ഒരു മടിയുമില്ലെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. തൃശൂരിലേത് സാമ്പിൾ വെടിക്കെട്ടാണ്. യഥാർത്ഥ വെടിക്കെട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാണാമെന്നും PK കൃഷ്ണദാസ് വ്യക്തമാക്കി. കെ മുരളീധരൻ തൃശൂരിൽ വിദൂഷകനായി മാറിയെന്നും പണം നൽകി വോട്ട് വാങ്ങേണ്ട ആവശ്യം BJPക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPയുടെ വിജയശില്പി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെന്ന് BJP കേരള ഘടകത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ തകർപ്പൻ വിജയത്തിനും കേരളത്തിൽ BJPയുടെ എക്കാലത്തെയും മികച്ച പ്രകടനത്തിനും പിന്നിൽ K സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിന്റെ സംഘാടന മികവുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു. കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കോഴിക്കോട്ടെ വീട്ടിലെത്തി KPCC അധ്യക്ഷൻ K സുധാകരൻ. കെ മുരളീധരനെ തിരിച്ചു കൊണ്ടുവരുമെന്നും അത് ഞങ്ങളുടെ എല്ലാവരുടെയും ബാധ്യതയാണെന്നും K സുധാകരൻ പ്രതികരിച്ചു. മുരളീധരൻ ഒരാവശ്യവും ഉന്നയിച്ചിട്ടില്ല. എങ്കിലും എന്ത് പദവി നൽകണമെന്ന കാര്യം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. മുരളീധരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു K സുധാകരൻ. മലപ്പുറം AR നഗർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ EDക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. നിക്ഷേപകനായ ഫൈസൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ മാനേജർ പ്രസാദ് EDക്ക് പരാതി നൽകിയിരുന്നു. പുതിയ വിദ്യാഭ്യാസ കലണ്ടറിനെതിരെ അധ്യാപക സംഘടനകളുടെ പ്രതിഷേധം. KSTA ഉൾപ്പെടെയുള്ള ഭരണാനുകൂല സംഘടനകൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. വിദ്യാഭ്യാസ നിയമം പരിഗണിക്കാതെയാണ് പുതിയ കലണ്ടർ എന്നാണ് അധ്യാപക സംഘടനകളുടെ പരാതി. 25 ശനിയാഴ്ചകൾ ഉൾപ്പെടെ 220 അധ്യയ ദിനം തികയ്ക്കുന്ന രീതിയിലാണ് പുതിയ കലണ്ടർ. കഴിഞ്ഞ വർഷത്തേക്കാൾ 16 ശനിയാഴ്ചകളാണ് പുതിയ കലണ്ടറിൽ പ്രവൃത്തി ദിനം. ഇത് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് എതിരാണെന്ന് അധ്യാപക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. പാനൂർ ബോംബ് സ്ഫോടനത്തിലെ 1-ാം പ്രതി വിനീഷ് അറസ്റ്റിൽ. ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ സൂത്രധാരൻ വിനീഷ് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ വീടിന് തൊട്ടടുത്ത നിർമ്മാണത്തിലിരുന്ന വീട്ടിലാണ് ബോംബ് നിർമ്മിച്ചിരുന്നത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും അറസ്റ്റിലായി. 2-ാം പ്രതി ഷെറിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. സ്ഫോടനത്തിൽ പരിക്കേറ്റ് കോയമ്പത്തൂരിൽ ചികിത്സയിലായിരുന്ന വിനീഷ് ആശുപത്രി വിട്ടതോടെയാണ് അറസ്റ്റ്. ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ കൊളവല്ലൂരിലെയും പാനൂരിലെയും ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള പകയാണെന്നാണ് പോലീസ് പറയുന്നത്. കേരളത്തിൽ മഴ അതിശക്തമാകുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തെ ബാലസൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. വീട്, സ്കൂൾ, കടകൾ, ഷോപ്പിംഗ് മാളുകൾ തുടങ്ങി പൊതുസ്ഥലങ്ങളിലെല്ലായിടത്തും കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. കുഞ്ഞുങ്ങളുടെ അവകാശം സംരക്ഷിക്കാനാണ് വനിതാ ശിശു വികസന വകുപ്പ് പരിശ്രമിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. അങ്കണവാടി പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനവും അങ്കണ പൂമഴ പുസ്തകങ്ങളുടെ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ പ്രജ്വൽ രേവണ്ണയ്ക്ക് ജാമ്യമില്ല. ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി പ്രജ്വലിന് 4 ദിവസത്തേക്ക് കൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 10 വരെയാണ് പ്രജ്വലിന്റെ കസ്റ്റഡി കാലാവധി. ഹാസനിൽ നിന്ന് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രജ്വൽ കോൺഗ്രസിന്റെ ശ്രേയസ് പട്ടേൽ ഗൌഡയോട് തോറ്റിരുന്നു. 40% കമ്മീഷൻ സർക്കാർ എന്ന് കഴിഞ്ഞ BJP സർക്കാരിനെ വിമർശിച്ച കേസിൽ രാഹുൽ ഗാന്ധി ഇന്ന് ബാംഗ്ലൂരു കോടതിയിൽ ഹാജരാകും. സിദ്ധരാമയ്യയും DK ശിവകുമാറും കേസിൽ പ്രതികളാണ്. ഇവർക്ക് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരു സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അന്ന് രാഹുൽ ഹാജരാകാതെ ഇരുന്നതിനാൽ 7-ന് ഹാജരാകാൻ സമൻസ് അയക്കുകയായിരുന്നു.
കർണാടക മന്ത്രിസഭയിലെ ഗോത്രക്ഷേമ വികസന വകുപ്പ് മന്ത്രി ബി നാഗേന്ദ്ര വാൽമീകി കോർപ്പറേഷൻ അഴിമതിയെ തുടർന്ന് രാജിവെച്ചു. സർക്കാർ ജീവനക്കാരന്റെ ആത്മഹത്യയെ തുടർന്ന് 187 കോടിയുടെ പണമിടപാട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തായതോടെയാണ് രാജി. രാജിക്കത്ത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കൈമാറി. ഹൈക്കമാൻഡുമായി ആലോചിച്ച് രാജിയിൽ തീരുമാനമെടുക്കുമെന്ന് സിദ്ധരാമയ്യ പ്രതികരിച്ചു. ചണ്ഡീഗഡ് എയർപോർട്ടിൽ വെച്ച് CISF വനിതാ ഉദ്യോഗസ്ഥ കങ്കണ റണാവത്തിന്റെ മുഖത്തടിച്ച് എന്ന പരാതിയിൽ ഉടൻ നടപടി. ആരോപണം നേരിടുന്ന വനിതാ കോൺസ്റ്റബിൾ കുൽവീന്ദർ കൌറിനെ CISF സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും CISF അറിയിച്ചു. സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചത് അമേഠിയിലെ ജനങ്ങളെന്ന് കോൺഗ്രസ് നേതാവ് കിഷോരിലാൽ. അമേഠി മണ്ഡലം ഇപ്പോഴും ഗാന്ധി കുടുംബത്തിന്റേതാണെന്നും കിഷോരിലാൽ പറഞ്ഞു. നല്ല പ്രകടനം പാർലമെന്റിൽ കാഴ്ചവെക്കണമെന്ന് രാഹുൽ ഗാന്ധി ഉപദേശിച്ചെന്നും വിനയം കാത്തുസൂക്ഷിക്കണമെന്ന് സോണിയാഗാന്ധിയും മണ്ഡലത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പ്രിയങ്കയും പറഞ്ഞുവെന്ന് കിഷോരിലാൽ പറഞ്ഞു. 18ാമത് ലോക്സഭയിൽ 100 സീറ്റ് തികച്ച് കോൺഗ്രസ്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച വിശാൽ പാട്ടീൽ പിന്തുണയുമായി എത്തിയതോടെയാണ് കോൺഗ്രസിന്റെ ലോക്സഭയിലെ അംഗബലം 100 ആയത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ സന്ദർശിച്ച് പിന്തുണ അറിയിക്കുകയായിരുന്നു. ഇതോടെ ഇന്ത്യ മുന്നണിയുടെ അംഗബലം 234 ആകും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് ഗോപാൽ റായ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ പൊരുതാൻ വേണ്ടി മാത്രമാണ് ഇരു പാർട്ടികളും കൈകോർത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാങ്കേതിക പ്രശ്നങ്ങൾ അതിജീവിച്ച് ബോയിംഗ് സ്റ്റാർലൈനർ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഫ്ലോറിഡയിൽ നിന്ന് വിക്ഷേപിച്ച സ്റ്റാർലൈനർ ഏകദേശം 27 മണിക്കൂർ യാത്ര ചെയ്താണ് നിലയത്തിൽ എത്തിയത്. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബൂച്ച് വിൽമോറുമാണ് സ്റ്റാർലൈനർ പേടകത്തിലെ യാത്രികർ. ഇന്ത്യൻ കാൽപന്ത് കളിയുടെ നായകൻ സുനിൽ ഛേത്രി ഫുട്ബോളിൽ നിന്ന് വിടവാങ്ങി. വിടവാങ്ങൽ മത്സരത്തിൽ ഇന്ത്യക്ക് സമനില. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ മികച്ച കളി പുറത്തെടുത്തിട്ടും കുവൈത്തിനോട് ഇന്ത്യ ഗോൾ രഹിത സമനില വഴങ്ങുകയായിരുന്നു. ഛേത്രിയുടെ അവസാന മത്സരം കാണാൻ 50,000-ലേറെ കാണികളാണ് സാൾട്ട് ലേക്കിലെത്തിയത്. 2020 ലോകകപ്പിൽ പാകിസ്ഥാനെ സൂപ്പർ ഓവറിൽ അട്ടിമറിച്ച് ആതിഥേയരായ USA. നിശ്ചിത 20 ഓവറിൽ ഇരു ടീമുകളും 159 റൺസ് എടുത്തപ്പോൾ കളി സൂപ്പർ ഓവറിലേക്ക് നീണ്ടു. സൂപ്പർ ഓവറിൽ USA നേടിയ 18 റൺസിന് പകരം 13 റൺസ് മാത്രമാണ് പാകിസ്ഥാന് നേടാനായത്. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലൻഡ് നമീബിയയെ 5 വിക്കറ്റിനെ തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത നമീബിയ 9 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സ്കോട്ട്ലൻഡ് 9 ബോളുകൾ ശേഷിക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. പോളണ്ടിന്റെ ഇഗ സ്വിയടെക് തുടർച്ചയായ 3ാം തവണയും ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ. സെമിയിൽ USന്റെ 3ാം സീഡ് കൊക്കോ ഗഫിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് ഇഗയുടെ ഫൈനൽ പ്രവേശനം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.